കൊല്ലല്ലേടാ തങ്കപ്പ, ഓടി വേണേ എന്നെ കൊല്ലുന്നേടാ. അയ്യോ മിണ്ടാതിരി മനുഷ്യ, എന്തൊരു ബഹളമായത്, നാശം. ഞാനത് എവിടെ ആടി? കുന്ത നാട്ടുകാരെ മൊത്തം പറ്റിച്ചിട്ട് വന്ന് കിടക്കുക, പിന്നെ ദുസ്വപ്നം കാണാതിരിക്കുന്നത്. ഇതുപോലൊരു മനുഷ്യൻ ചുമ്മാതല്ല നാട്ടുകാർ തവകളരായെന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു. യോ, സ്വപ്നത്തിലാണെങ്കിൽ അഹ്മാര് എന്നെ ഐഡിയ ഇടിച്ചെന്ന് അറിയാമോ? യോ മര്യാദയ്ക്ക് ഞാൻ പറയാ, ഷീറ്റും പായും കഴി വൃത്തിയാക്കിയിട്ടോണം. കട്ടിന് മൊത്തം മൂത്രമാക്കി കാലമാടൻ. എടി രായമ്മേ, ഒന്നും മിണ്ടായിരിക്കടി, ഞാൻ എല്ലാം കഴിവിട്ടോളാം. എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാ ഒരു നാറ്റു ഓടിക്കുന്നത് ഇവിടെ? എന്തോ പറ്റിയാണ്? എന്താ വിഷമിച്ചിരിക്കുന്നത്? തങ്കപ്പ, ഇന്നലെ രാത്രിയിൽ ഞാൻ ആ സ്വപ്നം കണ്ടടാ. സ്വപ്നോ? എടാ, സുഖവും വിജയവും കൂടെ ഇന്നലെ വെള്ളത്തിലാടായിട്ട് ഇടിച്ചത്. സ്വപ്നത്തിലല്ലേ? അതൊക്കെ വിട്ടുകളായിരുന്നു. നീ ക്ഷീണിക്കണ്ട, ഐഡി നീയും ഉണ്ടായിരുന്നു. ആണോ? അതേടാ, നിനക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്തുവാടാ തങ്കാപ്പാ, അതുപോലെ കട്ടിലും പുതപ്പിലും അല്ല ഞാൻ പെടുത്തു വെച്ച്. പെണ്ണും പിള്ളേ ഇത് കഴിവാതെ കയറി പോയതെന്നാ പറഞ്ഞേക്കുന്നത്. ചുമ്മാതല്ല ഇവിടെ വന്നങ്ങ് ഇരുന്നത്. എടാ തങ്കപ്പ, വെളുപ്പിന് വേണ്ട സ്വപ്നം ഫലിക്കോടാ? ഫലിക്കാനാണ് സാധ്യത. ഹോ, എന്നാ നീയും സൂക്ഷിച്ചോ. എന്തിനാണ് നിങ്ങൾ സ്വപ്നം കാണാനെടുത്ത് എന്നെയും കൂടെ വിളിച്ചോണ്ട് പോകുന്നത്? അയ്യോ, റോഡിലിറങ്ങാൻ പറ്റത്തില്ല, പ്രതാപനും കൊണ്ടുകളും. വീട്ടിൽ കയറാൻ പറ്റത്തില്ല, പെണ്ണുമുള്ളിയുടെ ചീത്ത. കണ്ണടച്ച ബിജു സുഖം കൂടെ ഇടിയോടിടി. എന്തോ ഒരവസ്ഥ ദൈവമേ. അതെ അതെ. അതിരിക്കട്ടെ അങ്കപ്പ, നീ എവിടെ പോയിട്ട് വരുന്നടാ? അതേണ്ണ, പാറശാലെന്നും കണ്ട ഒരു വൈദ്യസ്വാമി ഇവിടെ താമസിക്കുന്നത് കേട്ട് ഞാൻ പുള്ളി ഒന്ന് കാണാൻ പോയതാ. അങ്ങനെ കൊണ്ട് വല്ല ലേഹ്യം വല്ല ഉണ്ടാക്കിച്ചാലേ ഈ പ്രധാനം കൊണ്ടുപോലൊക്കെ ഇടിച്ച് തൂത്തതല്ലേ, ശരീരമൊക്കെ ഒന്ന് റെഡിയാക്കാന്ന് വിചാരിച്ചെണ്ണ. അല്ല വ്യാജനല്ലോ ആണോടാ? ഇതാ നിങ്ങളുടെ കുഴപ്പം, എല്ലാം അങ്ങ് സംശയമാണ്. ഇങ്ങനെ ഇരുന്നാ മതിയേ. നാട്ടിൽ കള്ളന്മാരെ ശല്യം കൂടുതലെന്നൊക്കെ അറിഞ്ഞു, വല്ല അറിഞ്ഞ? എടാ, നമ്മുടെ നാട്ടിൽ ആരാടാ നമ്മളെക്കാളും വലിയ കള്ളന്മാര്? ആരാവന്മാര്? അതാണ് ഞാനും ആലോചിക്കുന്നത്. അത് പോട്ടെ, അണ്ണ നമുക്കേ രാജീവിന്റെ കടയിൽ പോയി ആരെങ്കിലും പറ്റിച്ചിട്ട് അടിച്ച് ചായ കുടിക്കാം. തങ്കപ്പ, എന്താണ് തങ്കപ്പ, നിനക്ക് ആ തോറ്റ മുമ്പ് ഗീത കാണുമ്പോ എന്തുവാടാ എത്ര ഇളക്കം? ഒന്ന് പോണ, ഞങ്ങളൊരു പാർട്ടിക്കാരല്ലേ. അതിനെന്നാടാ നീ ഗീതയുടെ പാർട്ടിക്കാരനായത്? പോണ, ആദ്യം ഇന്നലെ ആയി. 4 മണി കഴിഞ്ഞ് പോവാം നമുക്ക്. വരുന്നില്ലേ? 4 മണി കഴിഞ്ഞ് ഇങ്ങോട്ട് വാ. യവനും ഇത്തിരി മരുന്നിന്റെ ആവശ്യമുണ്ട്, ശരിയാക്കി കൊടുക്കാം. എന്തിനാ പറഞ്ഞ? അല്ല പറഞ്ഞ. ഏയ് വാ, പോയി നമുക്ക് കള്ളനെ പിടിക്കാം. വാ. ഹലോ, ഡ്യൂട്ടിയിലാണ് സാർ. 2 പേരുണ്ട് സാർ. ഉറങ്ങുമല്ലോ സാർ, കള്ളരെ പിടിക്കും സാർ. ശരി സാർ, ശരി സാർ, ശരി സാർ. ആരാ സാറേ? വധു വല്ലവി സി അദ്ദേഹമാണ്. അവർക്കൊക്കെ കിടന്ന് ഉറങ്ങിയാൽ പോരെ, നമ്മളല്ലേ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. കള്ളനെ നമ്മൾ എവിടെ പോയി തപ്പും? എനിക്കിനി ആരോടും ഉടക്കാനൊന്നും വയ്യ, പെൻഷൻ പറ്റാറായി. ഓരോ തലവേദനകളെ.
ഇത് ഇതുവരെ കൊണ്ടുപോയില്ലേ? രാത്രി എവിടെ പോകുന്നടാ ഓലയും കൊണ്ട്? കള്ളനെ പിടിക്കാൻ പോ സാറേ. കള്ളനെ പിടിക്കാൻ ഓല എന്തിനാടാ? ഓല വേണം സാറേ, ഓല വേണം, ഓല വേണം. ചുമ്മാതല്ല അവന്റെ ഭാര്യ പിണങ്ങി പോയത്. രാത്രി കിടക്കുമ്പോഴവന് ഓല വേണം തോന്നി. എന്റെ ഭാര്യ പിണങ്ങി പോയത് നോക്കാൻ നിങ്ങൾ പോയി കള്ളനെ പിടിക്കും സാറേ. യവനം കാണുവാന്നോ ഇനി കള്ളൻ? അത് വിട്ടുകള പോട്ടെ. ആരെ വട്ടാ സാറേ. വാ സാറേ, നമുക്ക് ഇതിലേക്കൂടെ പറ്റിയോ? സാറേ നമസ്കാരം. നമസ്കാരം. ഇന്നും കള്ളൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് നാട്ടുകാർ. രാജീവിന്റെ ചായക്കടയില്ലേ, അവന്റെ മേശയിൽ നിന്ന് 5000 രൂപ ഏതോ ഒരുത്തിന് എടുത്തോണ്ട് പോയി. സാറന്മാരൊന്ന് അന്വേഷിക്കണം അത്. രാജീവിന്റെ ചായ. അതെ സാറേ, ഞങ്ങളെ വൈകുന്നേരം രാജീവിനോടെ ചായ കുടിക്കാൻ പോയപ്പോഴും അവിടുന്ന് അറിഞ്ഞത് 5000 രൂപ മേശ ആരും എടുത്തോണ്ട് പോയെന്ന്. ഏതോ ഒരു പാണ്ടിക്കാരിരുന്ന് പലിശക്കെടുത്ത പൈസ സാറേ. പാവ രാജീവാണ്, എന്തോ ചെയ്യാനാ. എന്നിട്ട് രാജീവ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു? ഇല്ല സാറേ, ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല. നാളെ രാവിലെ കൊടുക്കുമെന്നാ കേട്ടത്. ഈ കള്ളം നമുക്കൊരു തലവേദനയാകുമല്ലോ. സാറേ, ഞങ്ങൾ നാട്ടുകാർ ഊണും ഉറക്കവും കളഞ്ഞ് പകല് രാത്രി കള്ളനെ പിടിക്കാൻ കുത്തിയിരിക്കുന്നുണ്ട്. ഇതിന്റെ പകുതി ആത്മാർത്ഥം നിങ്ങൾ കാണിച്ചത് നന്നായിരുന്നു. താനെന്ത് വർത്തമാനോട് പറയുന്നത്? ഞങ്ങൾ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുവാണോ? ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിക്കണം സാർ, അത് തന്നെയാ പറഞ്ഞേ. പോടാ പോടാ, കൂടുതൽ ഒലത്തല്ലേ, പോലീസിനെ പണിയെടുപ്പിക്കല്ലേ. പോടാ 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 പോടാ. പോയിരടാ, കൈക്ക് പണി ഉണ്ടാക്കാതെ. സാറേ ഒരു കാര്യം പറയാം. വൈകുന്നേരം സുഖു എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, രാജീവിന്റെ ഇവിടെ പാലും കൊണ്ടുപോയിട്ട് അവൻ ആള് പെസക, അവനെ സൂക്ഷിക്കും. മുകളിലുള്ളവന്മാരും കണ്ട അണ്ടനടകൂടന്മാരും പോലീസിന്റെ നെഞ്ചത്തോടെ പണ്ട് ഒരു ഫോൺ വന്നിട്ട് ഹലോ, ആ ഞാൻ ഇപ്പൊ എത്തോടി കവലയിലാവാറായി. ഞാൻ ക്ഷേത്രത്തിന്റെ അതിലുള്ള വഴിയെ വരുവാ. ആ കിട്ടി, പ്രധാന മുതലാളിയുടെ അടുത്തു നിന്ന് അതൊക്കെ കിട്ടി. ആ ഇപ്പൊ വരും ഞാൻ. ഞാൻ വേണ്ട, ആരും ഇങ്ങോട്ട് വരാം. ഞാൻ നമ്മുടെ മരപ്പട്ടി വാസവണ്ണ ഇല്ലേ, മരപ്പട്ടി വാസവണ്ണന്റെ വണ്ടിയിലാ വരുന്നത്. ഇപ്പൊ വരും. ഇപ്പൊ അണ്ണ എന്നെ ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് ഞാൻ ദാ വരുന്നേ, വെക്ക്. പോട്ടെണ്ണ. ഇറങ്ങടാ. പോട്ടെണ്ണ. ഇപ്പൊ എന്തോ വിളിച്ചേ? മരപ്പട്ടി വാസു. അണ്ണ അണ്ണ അത്യാവശ്യം അണ്ണ, പോട്ടെണ്ണ. അറിയാതെ പറഞ്ഞ അണ്ണ. അവന്റെ ഉപകാരം ചെയ്യാൻ അവന്റെ ഇരട്ട പേര് വിളിയോ? അറിയാതെ പറഞ്ഞ അണ്ണ. ഞാൻ രാത്രി നടന്നു പോയാ നീ എന്റെ മരപ്പട്ടി വാസു. അണ്ണ പോലെ അണ്ണ. അണ്ണ അണ്ണ നീ വരണ്ട, നടന്നു വന്നാ നീ. അണ്ണ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് അത്യാവശ്യം ഉണ്ട് അണ്ണ. ഞാൻ ഒരുപാട് ദൂരെ എങ്ങനെ പോവണ്ണ? അത്യാവശ്യമില്ല അണ്ണ. അണ്ണന് ഞാൻ അണ്ണ വീട്ടിൽ കൊണ്ടുവരുന്നതിന് അണ്ണന് ഞാൻ 500 രൂപ വെള്ളം അടിക്കാനും പെട്രോളൊക്കെ അടിച്ചല്ലേ. വെള്ളമൊക്കെ തികച്ച് പെട്രോളൊക്കെ അടിക്കാൻ മൈലേജ് ഒന്നുമില്ല വണ്ടിക്ക്. എണ്ണ തീർന്നു. നടന്നു പോ. അങ്ങനെ പറയല്ലേ അണ്ണ, ഞാനും വരുന്നെണ്ണ. പോ. മരപ്പട്ടി വാസു. അണ്ണ 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 വാസുണ്ണ പോവണ്ണ. അണ്ണ എന്നെയും കൂടെ കൊണ്ടുവന്ന അണ്ണ. അണ്ണ അത് ഉത്സവത്തിന് പോയാ, ഗാനമേള കേൾക്കാൻ പോയ ആളാ അത്. പോട്ടെ സാറേ. പേരെന്താണ്? എന്റെ ഒരു സൂക്കോട്ടെ. സാറേ, സൂക്കുട്ടൻ ലവന്മാര് പറഞ്ഞ കക്ഷി ഇവനാ. എടാ ഭയങ്കര, നീ ആയിരുന്നു. നീ എന്താടാ പാതിരേക്ക് മോഷണം കഴിച്ചിട്ട് വന്നേ? എവനെ എനിക്കറിയാം. നമ്മുടെ എസ് ഐ സുഗത സാറിന്റെ വണ്ടി കൊണ്ട് തടഞ്ഞില്ലേ, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയവനവൻ. എവനാള് പുലിയാണ് കേട്ടാ. ആണോടാ? അങ്ങനൊന്നുമല്ല സാറേ, ഞാൻ പറയുന്ന കേക്ക് സാറേ. നീ അല്ലടാ കള്ളൻ? അല്ല സാറേ, അല്ല സാറേ, പറയുന്ന ഒന്ന് കേക്ക് സാറേ. നീ ഒന്നും പറയണ്ട, പറയുന്ന ഒന്ന് കേക്ക് സാറേ. സാറേ സാറേ സാറേ, ഞാൻ പറയുന്ന കേക്ക് സാറേ. സാറേ ദാണ്ട പൈസ സാറേ, രാജീവിന്റെ കടയിൽ നിന്ന് ഇവനെ ഓടിച്ചു. ഒരിക്കലുമല്ല സാറേ, ഒരിക്കലുമല്ല. അയ്യോ സാറേ, സാറേ സാറേ സാറേ, അയ്യോ സാറേ, അടിക്കില്ല സാറേ, അടിക്കില്ല സാറേ, അടിക്കില്ല സാറേ, പിടിച്ചോ സാറേ, അടിക്കില്ല സാറേ, ഞാൻ കണ്ടിട്ടില്ല സാറേ. സാർ ഞാൻ ഓട്ടോ വിളിക്കാം. ഓട്ടോ സാറേ
സാറേ എന്നെ കൊണ്ടുപോകരുത് സാറേ. സാറേ പറയുന്നത് കേൾക്കും സാറേ. സാറേ സാറേ എന്നെ കൊണ്ടുപോകരുത് സാറേ. സാറേ എന്നെ കൊണ്ടുപോകരുത് സാറേ. ഞാൻ പറയുന്നത് കേൾക്ക് സാറേ. ഞാൻ പറയുന്നത് കേൾക്ക് സാറേ. ഞാൻ പറയുന്നത് കേൾക്ക് സാറേ. സാറേ എന്നെ കൊണ്ടുപോകരുത് സാറേ. ഞാൻ പറയുന്നത് കേൾക്ക് സാറേ. ഞാൻ കണ്ടിട്ടില്ല സാറേ. എടോ നമ്മുടെ രാജീവിന്റെ കടയില് മോഷണം പോയില്ലേ? അത് ഇവനാണ് കള്ളൻ. അതെ, അതെ. ദാ വണ്ടി നിർത്തണം. ദേ, ലവന്മാര് ഊഹിക്കുന്നു. എല്ലാവരും അവനെ ഒന്ന് കാണട്ടെ. എല്ലാരും കള്ളനെ പിടിക്കാൻ നിൽക്കുമായിരിക്കും. എന്നാ ആ പ്രശ്നം തീർന്നു. കള്ളനെ പിടിച്ചു. ഇറങ്ങടാ വണ്ടിന്ന്. ഇങ്ങോട്ട് ഇറങ്ങടാ. 10 പേര് കാണട്ടെ തന്നെ. ഇങ്ങോട്ട് ഇറങ്ങടാ. ദാ, സാറേ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് സാറേ. രാജീവ് ആരടാ? എന്റെ കടയിൽ നിന്ന് പൈസ വല്ലതും മോഷണം പോയോ? എന്തൊക്കെയാ സാറേ പറയുന്നത്? എന്റെ കടയിൽ നിന്നും കാശ് മോഷണം പോയിട്ടില്ല. ഇവിടെ ആരും കണ്ടിട്ടുമില്ല. നീക്കല്ലോടാ കാശ് മോഷണം പോയെന്ന് പറഞ്ഞത്. അത് സാറേ കാശ് പോയെന്ന് പറഞ്ഞ നേരാ. വാടാങ്കപ്പ ഇങ്ങോട്ട്. അതൊക്കെ വേണമെങ്കിൽ പോലീസുകാർ അന്വേഷിക്കട്ടാ. എന്താ രാജീവ് ഇത്? സാറേ കാര്യം നേരാ. എന്റെ മേശയിൽ നിന്ന് 5000 രൂപ പോയിരുന്നു. ഞാനത് അവര് ചായ കുടിക്കാൻ വന്നപ്പോൾ അവരോട് പറയുകയും ചെയ്തു. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് എടുത്തോണ്ട് പോയതായിരുന്നു ആ പൈസ. എന്നോട് അവൾ പറയാൻ വിട്ടുപോയി. പിന്നെ അവൾ എന്നോട് പറഞ്ഞു സാധനം മേടിക്കാൻ വേണ്ടി എടുത്തതെന്ന് പറഞ്ഞു. അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസയും മോഷണം പോയിട്ടില്ല, ആരും എടുത്തിട്ടില്ല. അപ്പോ എന്റെ ഈ പോക്കറ്റിലുണ്ടായിരുന്ന ഈ ക്യാഷോ? ശരിയാ സാറേ, ഇവൻ്റെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുക. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. അതിനുവേണ്ടി പ്രതാപൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പൈസ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതായവൻ. ശരിയാ സാറേ, പ്രതാപൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാൻ പോയതായവൻ. കാണാത്തത് കൊണ്ട് തിരക്കി വന്നതാ ഞാൻ. പിന്നെ സുഖുവിൻ്റെ അച്ഛനെന്ത് പറ്റി? കുറച്ചു മുമ്പ് മരിച്ചുപോയി സാറേ. വാ സുഖു, രാജീവേ വാ പോ. സുഖു, നിനക്കത് നേരത്തെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നു? നേരത്തെ എന്താടാ പറയുന്നത്? ഞാനിത് എത്ര തവണ പറയാൻ ശ്രമിച്ചതാ സാറേ. ആരെന്നെ കൊണ്ട് പറയിപ്പിച്ചോ? ഞാൻ പറയാൻ സാറ് സമ്മതിച്ചോ? എടാ സുഖു, എന്നാടാ നിന്റെ കാശ് കൊണ്ടുപോടാ. അതിന് വേണ്ട സാറേ, അതിന്റെ ആവശ്യം കഴിഞ്ഞു. അതിന് വേണ്ട സാറേ.